മൂന്നാമത്തെ കാരണം അല്ലാഹു തആല ഐശ്വര്യം തരാൻ. കല്യാണം കഴിച്ചിട്ട് പെണ്ണിന്റെ വാപ്പയോട് പൈസ വാങ്ങിയിട്ട് മുതലാളിയാവാന്ന് വിചാരിക്കല്ലേ. മുതലാളിയാവാനുള്ള വഴി അല്ലാഹു പറഞ്ഞു തരാൻ കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിച്ചിട്ട് സ്ത്രീധനം വാങ്ങിയിട്ട് ഞാൻ മുതലാളിയെ പോളാം, അതല്ല. അല്ലാഹു പറഞ്ഞു തരാൻ വീട്ടുകാരോട് നിശ്ചയിക്കാൻ പറയുന്നു. ആ നിസ്കാരം നിങ്ങൾ ക്ഷമിച്ച് നിലനിർത്തിപ്പോരെ. നിസ്കാരങ്ങൾ തുടങ്ങി നിലനിർത്തിപ്പോരാ. റമളാനൊക്കെ ഭയങ്കര ഉഷാർ, എന്താ റാഹത്ത്, എല്ലാ വക്തും കറക്റ്റാ. വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞതായിട്ടില്ല. എന്തേ? അത് കഴിഞ്ഞാലും കുറച്ച് ക്ഷമിച്ചിട്ടല്ലേ നിലനിർത്തണമെങ്കിൽ ക്ഷമ വേണ്ടി വരും. അപ്പൊ പിന്നെ താളം തെറ്റി. വസ്തബിർ അലൈഹ നടന്നില്ല, അപ്പൊ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ നിസ്കരിക്കണം, പുരക്കാരൻ നിസ്കരിക്കണം. ആ നിസ്കാരം ക്ഷമയോടുകൂടെ നിലനിർത്തിക്കൊണ്ടുപോരണം. എന്നാൽ നിന്നോട് എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല മനുഷ്യ. നിന്റെ റിസ്ക് ഞാൻ തരാം. അന്തിമ വിജയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ്. മറ്റാർക്കും ആഖിബത്ത് നന്നായി കിട്ടില്ല. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അല്ലാഹു തആല അവരുടെ മരണനേരവും ആഖിറവും നന്നാക്കി കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തിക്കോളൂ. നിസ്കാരം നമ്മളും പുരക്കാരും നിലനിർത്തൽ അല്ലാഹു റിസ്ക് തരാനുള്ള മറ്റൊരു കാരണമാണ്. 3. നാലാമത്തേത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ ഹൂദ് നബി അലൈഹിസ്സലാം അവരൊക്കെ അവരുടെ സമുദായങ്ങളോട് പറഞ്ഞു കൊടുത്തത്. അതിൽ പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറയാൻ ഇതേ ആശയം ഹൂദ് നബി അലൈഹിസ്സലാമും പറഞ്ഞു. യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. ഹൂദ് നബി അലൈഹിസ്സലാം ഇതേ ആശയം അല്ലാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. 3 മഹാന്മാരായ പ്രവാചകന്മാരുടെ ജിഹ്വകളിലൂടെ അല്ലാഹു പറയുന്ന റിസ്ഖിന്റെ ഒരു കാരണം ഇസ്തഗ്ഫിറൂ, ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പൊറുക്കലിനെ ചോദിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ മഅ്മൂമീങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 700 മറ 700 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാതെ എഴുന്നേൽക്കാറില്ലായിരുന്നുവെന്ന് ഹദീസിൽ. സുബ്ഹാനല്ലാഹ്, നമുക്ക് 10 പ്രാവശ്യം 70 കഴിയുന്നുണ്ടോ? 700 മറ 700 തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ലാതെ പറയാനുള്ളത് എന്നാ. ഇസ്തിഗ്ഫാർ തിന്മ ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാ. അല്ലാഹു പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം കൊടുത്ത നബിയാണ്, മറ്റമ്പിയാക്കന്മാരെ പോലെ തന്നെ. ആ ഹബീബായ തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക അല്ലാഹുവിന്റെ നിഅമത്തിന്റെ ഒരു വസീലയാണ്. അല്ലാഹുവിന്റെ ഉള്ള ഖുർബത്തിന്റെ തഖറബിന്റെ ഒരു വസീലയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. തിന്മ ചെയ്തവർ എന്തായാലും വേണ്ടേ ഇസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. നമുക്ക് 3 പ്രാവശ്യം പറയല്ലേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. ഏറ്റവും മഹോന്നതനായ അല്ലാഹുവേ, നിന്റെ ജനാബുൽ ഹഖിലേക്ക് ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു തരേണമേ. വഅതൂബു ഇലൈക്, എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് ഖേദിച്ച് സങ്കടപ്പെട്ട് ഞാൻ മടങ്ങുകയാണ് അല്ലാഹ്. ഇത് മുഅ്മിനായ ഒരു മനുഷ്യൻ പറയുന്നത്
ഭൂമിയിൽ നാട്ടിൽ മഴ പെയ്യാൻ കാരണമാണ് യുർസിലിസ്സമാഅലൈക്കും മിദ്റാറ. ഒരു സമൂഹം ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോ അവർക്ക് അല്ലാഹു മഴ കൊടുക്കും. വയുംദിദുക്കും ബിഅംവാൽ, അല്ലാഹു സമ്പത്ത് നൽകി നിങ്ങളെ അല്ലാഹു സഹായിക്കും. അംവാൽ ഇതൊക്കെ നമ്മൾ കയറിപ്പോകുന്ന എന്തിനാ? കുറച്ച് പൈസ നാട്ടിലേറെ ഇവിടെ കിട്ടുമല്ലോ. അംവാൽ. എന്നാലും ഇസ്തിഗ്ഫാർ മറക്കണ്ട. ഉറുപ്പിന്റെ റേറ്റ് എത്രയാണെന്ന് മാത്രം നോക്കിയിട്ട് നടക്കണ്ട. ഇസ്തിഗ്ഫാറും ചെയ്യ്. അല്ലാഹു തആല യസിദുക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? നിങ്ങളുടെ നിഅമത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന. അതുകൊണ്ടാണ് മക്കളില്ലാത്ത ആളുകൾ, മക്കളെ പ്രതീക്ഷിക്കുന്നവർ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലണമെന്ന് പറയുന്നത്. ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ലാഹു സമ്പത്ത് തരും, മഴ തരും, സമ്പത്ത് തരും. ബിബനീൻ, മക്കളും തരും അല്ലാഹു തആല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുന്നവർ കഴിഞ്ഞില്ല. വയജഅൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ തോട്ടങ്ങൾ, മനുഷ്യന് ഭക്ഷിക്കാൻ തോട്ടങ്ങൾ വേണം, കൃഷിയിടങ്ങൾ വേണം. അത് അല്ലാഹു നിലനിർത്തി തരികയും വയജഅൽ ലക്കും അൻഹാറ, അത് നിങ്ങൾ പോലും കഷ്ടപ്പെട്ട് നനയ്ക്കേണ്ടതിന് പകരം അല്ലാഹു ഭൂഗർഭജലം കൊണ്ട് അല്ലാഹു തആല നദികൾ ഒഴുക്കി നിങ്ങൾക്ക് നനച്ചു തരും. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയായ നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി ഹൂദ് നബി അലൈഹിസ്സലാം, സയ്യിദുൽ അംബിയായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 അമ്പിയാക്കന്മാരിലൂടെ അല്ലാഹു തആല ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഇത് സമ്പത്തുണ്ടാകാനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് ഹലാൽ കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. ഏത് സത്യവിശ്വാസിയും സത്യവിശ്വാസിനെയും നന്മകൾ ചെയ്ത് ജീവിക്കുമ്പോൾ അല്ലാഹു ഏറ്റവും നല്ല ജീവിതം അവർക്ക് അല്ലാഹു തആല നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിൽ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. സൽക്കർമ്മം ചെയ്യുന്നത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത്, വീട്ടുകാരും നമ്മളും നിസ്കാരം നിലനിർത്തിപ്പോരുന്നത്, തഖ്വയുണ്ടാകുന്നത്, ഒരു പ്രയാസത്തിൽ അല്ലാഹുവിനോട് സഹിക്കുന്നത്, ഇതൊക്കെ നിഅമത്ത് കിട്ടാനുള്ള വഴികളാണ്. അതുകൊണ്ട് ഇയകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. നിക്കാഹ് ചെയ്യാൻ വരുന്ന ആൾക്ക് അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ച ആളാണെങ്കിൽ നിങ്ങൾ എന്തിനാ അത് പ്രശ്നമാക്കുന്നത്? സമ്പത്ത് കൊടുക്കുന്നതും എടുക്കുന്ന അല്ലാഹുവല്ലേ. യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, നിക്കാഹ് ചെയ്യൽ അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടാനുള്ള നിമിത്തമാണ്. മനുഷ്യനോട് ചോദിക്കല്ലേ യാ അല്ലാഹ്. ഹദീസ് തന്നല്ലേ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ? എന്നാൽ നിന്റെ മുഴുവൻ ആഗ്രഹവും അല്ലാഹുവിലേക്ക് നീ കൊടുക്ക്. തകുൻ അഹബ്ബന്നാസ്, യുഹിബ്ബുകല്ലാഹ്, അല്ലാഹു തആല നിന്നെ ഇഷ്ടപ്പെടും. എനിക്ക് അല്ലാഹു തരണം. പിന്നെ ജനങ്ങളുടെ കയ്യിലുള്ളതെന്തോ അതിൽ നിന്ന് നീ ആശ വെടി. എനിക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണം, ആരെങ്കിലും എന്നെ സഹായിക്കണം, ആരെങ്കിലും എനിക്ക് വല്ലതും ഉണ്ടാക്കി തരണം, അത് നീ പ്രതീക്ഷിക്കല്ല. തകുൻ അഹബ്ബന്നാസ് യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അല്ലാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ വിഷയം നീ അല്ലാഹുവിലേക്ക് ബോധിപ്പിക്കാം, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അല്ലേ? ജനങ്ങളൊന്നും വല്ലതും കിട്ടണമെന്ന് നീ പ്രതീക്ഷിക്കല്ല, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വല്ലതും കിട്ടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരോട് മനുഷ്യർക്ക് സ്വാഭാവികമായും ഉറപ്പാണ്, അല്ലേ, ജനങ്ങളതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹു തന്നാൽ മതി. യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അല്ലേ? ദുനിയാവിൽ എനിക്കൊന്നും വേണ്ട, ദുനിയാവിൽ എനിക്ക് സുഖതാണ്, എനിക്ക് ത്യാഗമാണെന്ന് നീ ചിന്തിച്ചോ. യുഹിബ്ബുകല്ലാഹ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അല്ലാഹു അവന്റെ ജനങ്ങളും അവന്റെ ഖൽഖും ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാൻ, നിക്കാഹ് അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടാൻ നിമിത്തമാണ്. ത്വലാഖും അങ്ങനെ തന്നെയാണ് കേട്ടോ. സൂറത്ത് ത്വലാഖിൽ അല്ലാഹു പറയുന്നുണ്ട്, വ ഇൻ യതഫറഖാ, മനുഷ്യൻ ത്വലാഖായി പിരിയേണ്ട ഒരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വിചാരിക്കട്ടെ. അങ്ങനെ വന്നാൽ യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതിഹി വകാനല്ലാഹു വാസിഅൻ ഹകീമാ. നിക്കാഹിലൂടെ ജീവിതത്തിലേക്ക് കടന്നു, പക്ഷേ അവർക്ക് ത്വലാഖിലൂടെ പിരിയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. എപ്പോഴാണ് ത്വലാഖ്, എങ്ങനെയാണ് അതൊക്കെ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ചർച്ചയിൽ മനസ്സിലാക്കാനുള്ള വിഷയങ്ങളാണ്. അങ്ങനെ അല്ലാഹു തആല പറയാം, അല്ലേ, ഞാൻ എന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ അവളങ്ങ് പോയി കുടുങ്ങട്ടെ എന്ന് ചിന്തിക്കരുത്. എന്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കി എന്റെ ഭർത്താവിന് നാശം വരട്ടെ എന്നൊന്നും പറയല്ല. അവരങ്ങ് തിരിഞ്ഞു എന്ന് വിചാരിക്കുക.
യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതി. ഓരോരുത്തർക്കും അല്ലാഹു ഐശ്വര്യം, അവൾക്ക് വേറെ പുതിയ ആപ്പിൾ കിട്ടും, നിനക്ക് വേറെ പുതിയ വരും. അങ്ങനെയാണ് അല്ലേ? നിങ്ങൾക്കുള്ള ഐശ്വര്യം അല്ലാഹു യുഗ്നില്ലാഹു കുല്ലം മിൻ സഅതി വകാന അല്ലാഹു വാസിഅൻ ഹകീമാ. അപ്പൊ ത്വലാഖ് പോലും, ത്വലാഖ് സംഭവിച്ചാലും അവിടെ അല്ലാഹു തആല ഐശ്വര്യം കൊടുക്കുന്നുണ്ടെന്നാണ്. നിക്കാഹിലൂടെയും കൊടുക്കും. രണ്ടും അങ്ങനെയാണ്. എന്തൊരു ഹിക്മത്താണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അഹ്കാമുകൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന്റെ വിരോധനകൾ, അല്ലാഹു നിരോധിച്ചത് വെടിയുകയും ചെയ്ത് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതിന്റെ മറ്റു ചില ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളും അതിന്റെ മറ്റാശയങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കല്യാണം കഴിച്ചതും കഴിക്കാത്തതുമായ പെൺകുട്ടികൾ മറ്റു സമുദായക്കാരോടുകൂടെ പോകുന്നു. അവർ തിരിച്ചു വന്നാൽ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണോ? മറ്റു ജാതിയിലേക്ക് ആ ഭർത്താവ് അമുസ്ലിമായ ഭർത്താവിന്റെ കൂടെ മുസ്ലിമത്തായ ഒരു പെണ്ണ് പോയി, ആ നിമിഷം അതിന്റെ മുമ്പ് തന്നെ വർത്താനം പറഞ്ഞു തുടങ്ങിയാലും ചാറ്റിംഗ് ആയാലും അവര് SMS കൈമാറാണെങ്കിലും അവര് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിഷയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഹറാമാണ്. അവിടെ മുതൽ തുടങ്ങാം. കാഴ്ച ഹറാമാണ്, ഫോംവിളി ഹറാമാണ്, പിന്നെ കൂടെ കഴിയലും നടക്കലൊക്കെ എന്താ പിന്നെ പറയാം. ഇസ്ലാമിൽ നിന്ന് വിട്ട് മറ്റൊരു ദീനിലേക്ക് അവൾ പോയി. ഞാൻ ഇസ്ലാമെന്ന് വിടുകയാണ്. അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും ദീനിനെയും അവൾ മനസ്സുകൊണ്ട് വെടിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇസ്ലാമെന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ അവൾ തിരിച്ചു വന്നാൽ ഷഹാദത്ത് കലിമ ചൊല്ലേണ്ടി വരും. അതല്ല, ഭർത്താവ് ഏതോ ജാതിക്കാരനാണ്, അവള് മുസ്ലിമത്തായിട്ട് തന്നെ നിന്നതാണ്, ഇസ്ലാമൊന്നും വെടിഞ്ഞിട്ടില്ല. എങ്ങനത്തെ ഇസ്ലാം? അവളുടെ കൂടെയുള്ള ആ ഇസ്ലാം ഷഹാദത്ത് കലിമ അവൾ വെടിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടി വരും. വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. മുഅ്മിനീങ്ങൾ എല്ലാവരും ദുആരക്കണം. അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, നമ്മുടെ ഒരു ആൺകുട്ടികളെ കൊണ്ടും ഒരു പെൺകുട്ടിയും വഴിപിഴക്കരുത് അല്ലെ, ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു ആൺകുട്ടിയും വഴിപിഴക്കരുത്. അള്ളാഹു എല്ലാവർക്കും നല്ല ബോധം നൽകുമാറാകട്ടെ. കുട്ടിക്കളിയാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇറങ്ങുന്നത്. ഈ ഇറങ്ങിപ്പോക്കൊക്കെ എങ്ങോട്ടാണ്? എന്താണ് ഇതിന്റെയൊക്കെ പ്രേരകങ്ങൾ? മക്കൾക്കൊക്കെ നല്ല ബോധം വരാൻ ദുആരൊക്കെ. നമ്മളൊക്കെ എത്ര ഉത്ബോധനമോ എത്ര പഠിപ്പും വിദ്യാഭ്യാസമുള്ള മക്കളാണെങ്കിൽ ഇബ്ലീസിന്റെ ഒരു നേരത്തെറ്റത്തിനെ കൊണ്ട് കൊണ്ടുപോവുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും, എല്ലാ നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മളെ എല്ലാവരും അല്ലാഹു സ്വാലിഹീങ്ങളാക്കി നിലനിർത്തി തരുമാറാകട്ടെ. ഫസ്തഖിം, നിലനിൽക്കണം എന്ന് പറഞ്ഞത് ഭയങ്കര വിഷയമാണ്. വസ്തഖിം, അല്ലാഹുവിന്റെ റസൂലിന് മുമ്പിൽ സ്വഹാബി വന്ന് തങ്ങളുടെ തലയിലേക്കും മുടിയിലേക്കും ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ ചില നിരകളൊക്കെ വന്നിട്ടുണ്ട്. ആ സ്വഹാബി ചോദിച്ചു, മാ ശയ്യബക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താ അങ്ങനെ തലമുടിയൊക്കെ നിരക്കാൻ കാരണം? ഇതിന് കാരണം ഉണ്ടാവൂല. പ്രായമായിട്ട് പ്രായാധിക്യം കൊണ്ട് നിരക്കണതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ എത്രയാ വയസ്സ്? 63. എന്താ നബിയെ തലമുടി നരക്കാൻ കാരണം? ശയ്യബതനി ഹൂദുൻ വ അഖവാതുഹാ, സൂറത്തു ഹൂദും ആ ഹൂദ് സൂറത്തിന്റെ പരിസരത്തുള്ള സൂറകളുമാണ് എന്റെ നിരക്ക് കാരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അവിടെ പറയുന്ന വിഷയം? ഖിയാമത്തിനെ പറ്റി പറയുന്ന വിഷയമാണത് അല്ലേ? സൂറത്തുൽ വാഖിഅ, ജുസ് അമ്മ, സൂറത്തുൽ ഇൻസാൻ, ഫസ്തഖിം കമാ ഉമിർ, പറഞ്ഞതുപോലെ നിലനിന്ന് ജീവിക്കണം കേട്ടോ. ഇതൊക്കെ പറയുന്ന ആയത്തുകളാണ് അവിടെ. ഭയങ്കരമാണ്. അത് ചിന്തിച്ചിട്ടാണ് എന്റെ തല നരച്ചു പോയതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവിടുത്തെ വിഷയം? ഫസ്തഖിം കമാ ഉമിർ, എങ്ങനെ ജീവിക്കണം എന്നാണോ കൽപ്പിക്കപ്പെട്ട അതുപോലെ നിൽക്കണം കേട്ടോ. ഇസ്തിഖാമത്ത് വലിയ വിഷയമാണ്. നിലനിന്ന് പോരണം. അള്ളാഹു അങ്ങനത്തെ ബോധം നമുക്കും നമ്മുടെ തലമുറക്കും മക്കൾക്കും നമ്മുടെ ജനറേഷനൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.